തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. RSSന്റെ കേരളത്തിലെ മാധ്യമ വക്താവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തരം താഴ്ന്നിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ വിവിധ കോണുകളിൽ നിന്നുയരുന്ന ഗുരുതരമായ ആരോപണങ്ങളെ ജനാധിപത്യപരമായ രീതിയിൽ അഭിമുഖീകരിക്കുവാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ ജനകീയ പ്രതിഷേധം കടുപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തിനാണ് ആത്യന്തികമായി ഗുണം ചെയ്യുക. കുറ്റകൃത്യങ്ങളുടെയും സ്വർണ്ണക്കടത്തിൻ്റെയും കേന്ദ്രമായി മലപ്പുറം ജില്ലയെ ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു പോരുന്നുണ്ട്. അതിന് മേലാപ്പ് ചാർത്തുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. ഇത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. രാജ്യവ്യാപകമായ പ്രചരണങ്ങൾക്ക് സംഘപരിവാർ ഉപയോഗിക്കാൻ പോകുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളായിരിക്കും. RSSനെയും ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥരെയും സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണംകെട്ട വാർത്താസമ്മേളനമായിരുന്നുവെന്നും സംഘപരിവാറിൻ്റെയും ആരോപണ വിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മാധ്യമ വക്താവിൻ്റെ റോളിൽ ഇരുന്നു കൊണ്ടാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരെയൊക്കെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും ആർഷിക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ, അതേപോലെ തന്നെ താമര ജഫ്രിയുടെ കൊലപ്പെടുത്തപ്പെട്ട ഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയാകില്ല. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എന്താണ് ഭയം? ആരെയാണ് CPM ഭയപ്പെടുന്നത്? വളരെ ഗൗരവത്തിൽ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി പെട്ടെന്ന് നിലപാട് മാറ്റുന്നു. എന്താണ് കാരണം? ഇത് ഇങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാർ ഇതിനെ കാണേണ്ടത്. അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് ഇടതുപക്ഷം തന്നെ ഉന്നയിച്ച ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. അതിന്റെ ഭാഗമായി ഈ ADGPയെ മാറ്റി നിർത്തണം. കേരള പോലീസിനെ RSSന്റെ ഒരു ഡീപ് സെൽ നിയന്ത്രിക്കുന്നതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള കൃത്യമായ വർക്ക് നടക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ വിഷയം അവസാനിക്കുകയില്ല. അത് അൻവർ MLA സെറ്റിൽമെന്റ് നടത്തിയാലും ഈ ഭീഷണിയുടെ മുമ്പിൽ അടുത്ത സീറ്റ് ബാക്കോട്ടുണ്ടോ മറ്റോ എന്ന് നമുക്കറിയില്ല. ഭീഷണിയുടെ മുമ്പിൽ പിന്മാറിയാലും കേരള ജനത ഈ വിഷയത്തിൽ നിന്ന് പിന്മാറില്ല. കാരണം ഇത് കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടി പ്രക്ഷോഭങ്ങളുമായി നേരത്തെ രംഗത്തുണ്ട്. കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പൊതുസമ്മേളനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണം. ഇപ്പോൾ തന്നെ CPMന്റെ സൈബർ സഖാക്കൾ വളരെ വലിയ അളവിൽ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഗൗരവപ്പെട്ട വിഷയമാണ്. മുഖ്യമന്ത്രി RSSനും വിധേയപ്പെടരുത്. എന്താണോ ഭയപ്പെടുന്നത് അത് തുറന്നു പറയണം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട കേസാണോ, ലാവ്ലിൻ കേസാണോ, ഇതിന്റെയൊക്കെ സെറ്റിൽമെന്റ് അതിന്റെ ഭാഗമായിട്ടാണോ കേരള പോലീസിന്റെ ഇങ്ങനെ ഈ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി നിർബന്ധിതമാകുന്നത് എന്ന് കൃത്യമായി മുന്നിൽ വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണുന്നു. മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാനും മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമം നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ ശക്തികളാണ്. അതിന് കുടപിടിക്കുന്ന രൂപത്തിൽ ഉള്ള വാക്കുകൾ പറഞ്ഞത് പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മാപ്പ് പറയാൻ കേരള മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. ആരോപണ വിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി അന്വേഷണം നടത്തുക,
മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുക, തൃശൂർ പൂരം അട്ടിമറി ഉൾപ്പെടെ പോലീസിനെതിരിൽ ഉയർന്നുവെന്ന വിവിധ ആരോപണങ്ങളിൽ സ്വതന്ത്രമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നീ ആവശ്യങ്ങൾ മുൻനിർത്തി സംസ്ഥാന വ്യാപകമായി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ വെൽഫെയർ പാർട്ടി തുടരുമെന്നും റസാഖ് പാലേരി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ റസാഖ് പാലേരിയെ കൂടാതെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി KV സഫീർ ഷാ, ട്രഷറർ മുനീബ് കാരക്കുന്ന്, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ, സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മലപ്പുറം.